15 വർഷമായിട്ട് ഞാൻ ഹരിപ്പാട് MLA ആണ്. ഹരിപ്പാടാണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു എൻ്റെ വോട്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേര് മാറ്റിയിരുന്നില്ല. പക്ഷേ ഞാനത് കണ്ടെത്തിയ ശേഷം അവർക്ക് നമ്മുടെ പാർട്ടിക്കാർ തന്നെ പരാതി കൊടുത്ത് അത് നീക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവാണ്. ഇദ്ദേഹത്തിന് ഇരട്ട വോട്ടുണ്ട് എന്നൊരു പ്രചരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പൊ അത് സ്വന്തമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ വന്ന് സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം. അത് ശരിയാണ്, അദ്ദേഹത്തിന് 2 വോട്ടുണ്ട്. താമസം മാറിയപ്പോൾ വോട്ട് മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു, പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്തില്ല. അപ്പോൾ പിഴവ് അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പബ്ലിക്കായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശൂരിൽ ഇത്രയധികം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വന്നിരിക്കുന്നത് BJPയുടെ കുഴപ്പമാണെന്നും ആ ക്രമക്കേട് കൊണ്ടാണ് BJP ജയിച്ചത് എന്നും പറയുന്ന കോൺഗ്രസ്സുകാര് ഈ മറുപടിയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. കുഴപ്പങ്ങൾ ആരുടേത്? ആരാണ് ഉത്തരം പറയേണ്ടത്? വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം എപ്പോഴത്തെയും പോലെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. കുറച്ചു കാലത്തേക്കും കൂടി നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ആ സംഭാവനകൾ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും ഇക്കാര്യം ആവർത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ, അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫണ്ട് കിട്ടാത്ത രീതിയിൽ ഒരുപാട് പേര് ഞങ്ങളെ നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം റിപ്പോർട്ട് അടിക്കുന്നത്. പക്ഷെ വൈകാതെ തന്നെ ആളുകളുടെ സപ്പോർട്ട്, അതായത് വ്യൂവേഴ്സ് കൂടി വരുമ്പോൾ ലൈക്ക് ഷെയർ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ മോണിറ്റൈസേഷൻ ബാൻ വന്നിരിക്കുന്നത് മാറുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അത്ര നാളത്തേക്ക് നിങ്ങൾ നമ്മളെ മാക്സിമം സഹായിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തതല്ല കട്ടെടുത്തതാണ് എന്ന രീതിയിൽ ഇപ്പൊ പ്രചരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വലിയ രീതിയിൽ ഇന്നുവരെ ഇല്ലാത്ത കുറെ പാർട്ടിക്കാര് അദ്ദേഹത്തിന്റെ MP ഓഫീസ് ആക്രമിക്കുകയും റോഡുകളിലൊക്കെ നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ ഓതന്റിസിറ്റി, അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇതിന്റെയൊക്കെ പിറകിലുള്ള സത്യസന്ധത അത് നമ്മളൊന്ന് ചോദ്യം ചെയ്യേണ്ടതാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് 2 ഇടങ്ങളിലാണ് വോട്ടുള്ളത്. ഒരിടത്ത് അദ്ദേഹത്തിന്റെ പ്രായം 63 ആണ്, ഒരിടത്ത് അദ്ദേഹത്തിന്റെ പ്രായം 67 ആണ്. അപ്പൊ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ക്രമക്കേടുകൾ നിറഞ്ഞതാണ് എന്നുള്ളത് മലയാളികൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരിക്കലും ഇത് 100% അക്യൂറേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സാധിക്കാത്തൊരു സംഗതിയാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പട്ടിക ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് റിവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സമയം നൽകുമ്പോൾ മാത്രമാണ് ഇതിൽ തിരുത്തലുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറയുന്ന ഇത്രയധികം കോടിക്കണക്കിന് ആളുകളുടെ കാര്യങ്ങൾ തിരുത്തുകയും പിടിക്കുകയും ചെയ്യുന്ന പ്രോസസ്സ് വളരെ വേഗത്തിലല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള വോട്ടർ പട്ടിക തന്നെ നിലവിലുണ്ട്. ഒന്ന് പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു വോട്ടർ പട്ടികയും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വോട്ടർ പട്ടികയും. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ പോലെ 2 പേരുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഇവർക്ക് വേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്നതാണോ പ്രശ്നം, അല്ലെങ്കിൽ ഒന്നിലധികം വോട്ടുകൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നതാണ് പ്രശ്നമെന്ന് തന്നെ ജനത്തിന് ശരിക്കും തിരിയുന്നില്ല. ശരിയല്ലേ? ഇവരിപ്പോൾ ആരോപിക്കുന്നത് ഒരാൾക്ക് പല സ്ഥലത്ത് വോട്ടുകളുണ്ട്, വോട്ട് പല ബൂത്തുകളിലായിട്ട് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലയിടത്തും ഇല്ല എന്നാണ് ഉത്തരം. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂരിന്റെ കാര്യത്തിലേക്ക് വരാം. തൃശ്ശൂരില് വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. അതിൽ പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ആരോപിക്കുന്നത് വലിയ രീതിയിൽ വോട്ട് ക്രമക്കേട് നടന്നു. അപ്പോൾ തന്നെയും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ, ഒരു 100 പേര് പോലും ശരിക്കും പറഞ്ഞാൽ ഈ ക്രമക്കേട് വന്നു എന്ന് പറഞ്ഞതിനകത്ത് ഉൾപ്പെടില്ല. നമ്മൾ നോക്കിയാൽ അറിയാം, സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000-ത്തിനടുത്താണ്. അപ്പൊ 75,000 പേരും കള്ളവോട്ടാണോ, അല്ലെങ്കിൽ 75,000 പേരുടെയും വിവരങ്ങൾ റെലവന്റ് അല്ലേ? അവരൊക്കെ ഫോർജറി കാണിച്ചിട്ടാണോ BJPക്ക് വോട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തെ ജയിപ്പിച്ചത് എന്നതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചു വരുന്ന യാതൊരു ആൾക്കാർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ചെന്നിത്തല തന്നെ പറയുന്നു ഇദ്ദേഹത്തിന് 2 വോട്ടുണ്ട്, പക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഒരിക്കലും കള്ളവോട്ട് ചെയ്യും അല്ലെങ്കിൽ കള്ളവോട്ടിന് പ്രോത്സാഹനമായിട്ട് നിൽക്കുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, അല്ലെ? അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള പിഴവുകളുണ്ട്. രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് വന്ന മണ്ഡലങ്ങൾ നോക്കാം. കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? വോട്ടിൽ ഈ പറയുന്ന പോലെ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിജയം ഉണ്ടായപ്പോൾ അതിനെയും ചോദ്യം ചെയ്യപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിന്റെയും അതുപോലെ തന്നെ നിയമസഭയുടെ വോട്ടർ പട്ടിക ഒന്നാണ്. ഇതേ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് കോൺഗ്രസ് സർക്കാർ ഇന്ന് അവിടെ കയറിയിരുന്ന് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഉണ്ടാക്കി ഭരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പും ഈ പറയുന്നത് പോലെ കള്ളത്തരമായി മാറിയില്ലേ? അപ്പൊ ഇതൊക്കെ ഉന്നയിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഉത്തരവാദികൾ BJP ആണെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടിക അത് ക്രമീകരിക്കുന്നത് ആ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമീകരിക്കുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ്. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള അല്ലെങ്കിൽ തഹസിൽദാർ ആയിട്ടുള്ള അങ്ങനെ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളെ കൊണ്ടാണ് ഇത് ക്രമീകരിക്കുന്നത്. പിഴവുകൾ ഉണ്ടെങ്കിൽ പരിശോധിപ്പിക്കുന്നത്.
അവർക്കൊക്കെ ഇവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയും കൂടാതെ ഇത് അധിക ഡ്യൂട്ടി ആയിട്ട് കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. BLOമാര് കൃത്യമായി അനലൈസ് ചെയ്ത് ഈ പറയുന്ന ലിസ്റ്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നിയമം. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ തന്നെ ആരാണ് നോക്കുന്നത്? അത് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സംഗതിയാണ്. കളക്ടറാണ് നോക്കേണ്ടത്. അവരാണ് നോക്കിയത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ തൃശ്ശൂരിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അന്ന് കൃഷ്ണതേജയാണ് അവിടുത്തെ കളക്ടർ. അദ്ദേഹം ഇത് നോക്കിയില്ലായിരുന്നു. റവന്യൂ വകുപ്പ് കേരളത്തിൽ ആരാണ് ഭരിക്കുന്നത്? കെ രാജൻ മന്ത്രിയാണ്. അദ്ദേഹം ഇത് നോക്കിയില്ലായിരുന്നു. ഇവരൊക്കെ CPIയുടെ മന്ത്രിയാണ് അദ്ദേഹം. അല്ലാതെ ഇവരാരും BJPക്കാരല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ BJPക്ക് വലിയ രീതിയിൽ ഈ വോട്ടർ പട്ടിക കൊണ്ട് ഒരു വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ BJPക്ക് കൂട്ടുന്നു എന്നല്ല അർത്ഥം. അത് ഈ പറയുന്ന ആളുകളെല്ലാം സമ്മതിക്കോ? ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ക്രമക്കേട് വന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിലാണ്, അല്ലാതെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥികൾക്കോ അല്ല എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അത് രാഹുൽ ഗാന്ധി പറയാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും അറിയാം. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പേരായിക്കോട്ടെ, വയസ്സായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും തിരുത്തൽ ഫോമുകളെല്ലാം കമ്മീഷന് കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ അപ് ടു ഡേറ്റ് കൊടുത്താൽ തന്നെയും അത് ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊന്നും തിരുത്ത് വരാറില്ല. എപ്പോഴും എല്ലാവരും കൊടുക്കാറുണ്ട്. VD സതീശൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. 10 ലക്ഷത്തോളം അധികമായിട്ട് വന്ന അല്ലെങ്കിൽ അസാധുവായിട്ട് വന്ന വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ മാറ്റി. അപ്പൊ അങ്ങനെ റെലവന്റ് കംപ്ലൈന്റ് കൊടുക്കുന്നവർക്കൊക്കെ തീരുമാനം ഉണ്ടാകാറുണ്ട്. VD സതീശൻ പേടിച്ചിട്ട് അയ്യോ ഈ സുനിൽകുമാർ പറഞ്ഞതുപോലെ ഞാൻ ജയിലിൽ പോകും, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്തത്. അദ്ദേഹം റെലവന്റ് ആയിട്ട് പരാതിപ്പെട്ടപ്പോൾ അതിനൊരു നടപടി ഉണ്ടായി. അപ്പൊ ആര് പരാതിപ്പെട്ടാലും നടപടി ഉണ്ടാവും. അപ്പൊ സുരേഷ് ഗോപിയുടെ ജയത്തിനോട് ഈ പറയുന്നത് പോലെ അനാഗരികമായിട്ട് പുറത്തിറങ്ങി ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതിനെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? അതിനോട് ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഒന്നിലധികം ഐഡി ഉണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വീട്ടുകാർക്ക് ഒന്നിലധികം ഐഡി ഉണ്ട്. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ വിടവാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്. അല്ലെ, ഒരാൾക്ക് മാത്രം ഉദ്യോഗസ്ഥരുടെ വിടവും മറ്റൊരാൾക്ക് അത് BJPയുടെ വിടവാവുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാം ഈ പറയുന്ന പോലെ പിഴവാണെങ്കിൽ അത് ഇന്ന ഗവർണർ ബോഡിയുടെ ആണ് ആ പ്രശ്നം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ശരിക്കും പറഞ്ഞാൽ വോട്ടർ പട്ടിക തിരുത്തപ്പെടുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണമെന്നാണ്. നേരത്തെ പറയുന്നത് പോലെ തന്നെ ആധാർ കാർഡുമായിട്ട് വോട്ടർ ID ബന്ധിപ്പിക്കണം. അതുപോലെ തന്നെ വോട്ട് ചെയ്യേണ്ടത് ഒരാളുടെ ബയോമെട്രിക് വിരലടയാളം ഉപയോഗിച്ച് വോട്ട് ചെയ്യുക എന്നൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹാക്കിംഗ് ആയിക്കോട്ടെ, കള്ളവോട്ട് ആയിക്കോട്ടെ, ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരുപക്ഷെ BJP കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഈ പറയുന്നത് പോലെ EVM മാറ്റിയത്. BJP പ്രക്ഷോഭം നടത്തിയിട്ടാണ്, BJP പരാതി കൊടുത്തിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇലക്ഷൻ ഫോർജറീസ് അല്ലെങ്കിൽ സ്കാം, ഇലക്ഷനിൽ തിരിമറി നടത്തിയിട്ട് ഉള്ളതായിട്ട് കോടതി വിധി വരെ വന്നിട്ടുള്ളത് കോൺഗ്രസിനാണ്. ഇവിടെ ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇലക്ഷൻ തിരിമറി കാണിച്ച് ജയിച്ചു എന്ന് പറഞ്ഞൊരു കോടതി വിധി വന്ന് ആ ഇലക്ഷൻ അസാധുവാക്കിയത്. ഒന്ന് ആലോചിക്കണം. അന്ന് ഈ ഓപ്പോസിഷൻ പാർട്ടി കോടതി പോയിട്ടാണ് വിധി നേടിയെടുത്തത്. അല്ലാതെ റോട്ടി കിടന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ടീമും കാണിക്കുന്ന പോലെ പേക്കൂത്ത് നടത്തുകയല്ല ചെയ്തത്. ജനങ്ങളെ ശല്യം ചെയ്തുകൊണ്ടല്ല ഇതിന് മറുപടി ഉണ്ടാക്കേണ്ടത്. പകരം നിയമപരമായി ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പിറകിന് പോകാൻ, അല്ലെങ്കിൽ ആ സിസ്റ്റം വഴി ഈ പറയുന്ന തെറ്റ് ചെയ്ത ആൾക്കാരെ ഇറക്കാനായിട്ടുള്ള ധൈര്യമാണ് നല്ല ഒരു പൗരന് വേണ്ടത്. അപ്പൊ ആ സിസ്റ്റം വഴി പോകാൻ ധൈര്യമില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാലിഡ് അല്ലെന്നാണ് അർത്ഥം. ഇതൊരു കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു സംഗതി മാത്രമാണ്. ഇത്രയും നാളും പറഞ്ഞു EVM ഹാക്ക് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറഞ്ഞു പൂരം കലക്കിയതാണ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നു പൂരമല്ല കള്ളവോട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകളുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ ജയിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളല്ല വിജയിപ്പിച്ചത്, പകരം ഇങ്ങനെയൊക്കെയാണ് അവരുടെ വിജയം എന്ന് വരുത്തി തീർക്കുക എന്നൊരു സംഗതി മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 19 പേര് എവിടെ, അല്ലെങ്കിൽ ഈ 19 പേരുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല. ആളുകൾക്ക് ഒരു MP നെ മാത്രമേ അറിയുള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെ തന്നെയാണ്. പിഴവുകൾ തിരുത്തപ്പെടേണ്ടത് വോട്ടർ പട്ടികയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര്? അവരാണ് മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കാനുള്ള ആർജവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വോട്ടർ പട്ടികയിലെ പിഴവിനെ പറ്റി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ മറുപടി പറഞ്ഞോളൂ, വോട്ടർ പട്ടികയിലെ പിഴവ് തിരുത്തപ്പെടണം. തിരുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പും റവന്യൂ മന്ത്രിയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമാണ് അതിന് ഉത്തരവാദികൾ. അവരോട് ചോദിക്കുക എന്നതാണ് അതിന് ഉത്തരം. നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.